കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 72 അധ്യായം അതിൻ്റെ 12 വാക്യത്തിൽ അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് സലോമൻ രാജാവിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഇത് 72 സങ്കീർത്തനം. അപ്പോൾ തൻ്റെ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിലവിളിച്ചപ്പോൾ പലപ്പോഴും ദൈവം കേട്ടതിനെ അതിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ സലോമൻ രാജാവ് പറയുകയാണ്, അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും അതേപോലെ തന്നെ സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ എന്ന്. പ്രിയ ദൈവമക്കളെ, നിലവിളി കേട്ടിട്ട് ഇന്ന് പലരും ഒരാളുടെ മുമ്പിൽ നമ്മുടെ സങ്കടം പറയുവാൻ പറയുമ്പോൾ നമുക്ക് 2 തുള്ളി കണ്ണുനീര് വരികയാണെങ്കിൽ അവർ എങ്ങനെയെങ്കിലും ആ വാക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് പോകുന്നത് നമ്മുടെ പലരുടെ ജീവിതത്തിലും അത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കെന്തെങ്കിലും വേദനയായ കാര്യങ്ങൾ പറയുമ്പോൾ അത് മുഴുവനും കേട്ട് നിൽക്കത്തില്ല. എന്ന് പറഞ്ഞാൽ 99% പേരും നമ്മുടെ കാര്യങ്ങൾ നാം പറയുമ്പോൾ മുഴുവനും കേട്ട് നിൽക്കാതെ നമുക്ക് പറയേണ്ടത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ പോകുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ സന്തോഷ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വരുമാനം വന്നതോ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ദിവസം മുഴുവനും ഇരുന്നവർ കേൾക്കും. പക്ഷേ യഹോവയായ ദൈവം അങ്ങനെയല്ല. അവൻ നിലവിളിക്കുന്ന എളിയവനെയും അതേപോലെ തന്നെ സഹായമില്ലാത്ത നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുന്നു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കാരും സഹായം ഇല്ല എന്ന് നാം വിഷമിക്കേണ്ട. അതേപോലെ നാം ദാരിദ്ര്യത്തിൽ കൂടെയാണ് പോകുന്നത്, കടഭാരത്തിൽ കൂടെ ആണ് പോകുന്നത്. എൻ്റെ നിലവിളി കേൾക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല. എൻ്റെ കൂടെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൂടെ പാർക്കുന്നവർ പോലും എൻ്റെ നിലവിളിയോ അല്ലെങ്കിൽ എൻ്റെ ഇല്ലായ്മയോ അറിയുന്നില്ല എന്ന് കരയുന്നവർ ഇന്ന് ഒരുപാട് പേരാണ്. പക്ഷേ ദൈവം എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ, നിർബന്ധം ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാമെന്ന്. പക്ഷേ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ ഒരു മാനസാന്തരം വരുത്തി നാം ദൈവവചനം പഠിക്കുകയും ദൈവ ആരാധനകളിൽ പങ്കുകൊടുക്കുകയും ഈ രക്ഷകനായ യേശുവിനെ സ്വന്തം രക്ഷകനായി ഏറ്റുകൊണ്ട് വേറെ ഒന്നും പറയേണ്ട, കർത്താവേ നീ അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ലയെന്ന് നെഞ്ചിൽ കൈവച്ച് യേശുവിനോട് പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ട് അവൻ കടന്നു വന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്തു തരും സഹായം. അങ്ങനെയുള്ള ആൾക്കാരെ അവൻ നമുക്ക് അയച്ചു തരും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ തളർന്നു പോകണ്ട, വിഴുന്നു പോകണ്ട. നിങ്ങളെ താങ്ങുന്ന ഒരു കരം നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ കരഞ്ഞും നെടുവീർ വിട്ടും തങ്ങളുടെ ശരീരങ്ങളെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവ ആരാധനകൾക്ക് പങ്കെടുത്ത് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും കർത്താവ് ഒരു മാറ്റം തരും. പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഞാൻ എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ താങ്ങുവാൻ അല്ലെങ്കിൽ എൻ്റെ കണ്ണുനീര് കേൾക്കുവാൻ ആരുമില്ല. എൻ്റെ അവസ്ഥ കണ്ട് എന്നെ ചിരിക്കുന്നവരാണ് എൻ്റെ ചുറ്റുപാടുമുള്ളവരും എൻ്റെ വീട്ടിലുള്ളവരും. പക്ഷേ എന്നെ നല്ലതുപോലെ ഉള്ളതുപോലെ അറിവാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് അങ്ങയുടെ സന്നിധിയിൽ ആരൊക്കെ ഈ സമയം തങ്ങളുടെ കണ്ണുനീരിൻ്റെ അവസ്ഥകളെ പറഞ്ഞ് കരയുന്നുവോ അവർക്കൊക്കെ കർത്താവെ ഒരു വിടുതൽ അങ്ങ് നൽകി കൊടുക്കണമേ. ഏത് വിഷയത്തിലാണ് ഇവർ തകർന്നു പോയിരിക്കുന്നുവോ, ഏത് വിഷയത്തിലാണ് ഇവർ വിഴുന്നു പോയിരിക്കുന്നുവോ ആ വിഷയത്തിൽ കർത്താവിൻ്റെ വലത് കരം ഇവരോട് കൂടെ ഇരുന്ന് പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ വിട്ട് വിലകയില്ല, നിന്നെ കൈവിടുകയില്ല, അങ്ങ് നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് അങ്ങ് പറഞ്ഞല്ലോപ്പാ. നിൻ്റെ ലോകം അവസാനത്തോളം സകല ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് നീ ഞങ്ങൾക്ക് വാക്ക് കൊടുത്തല്ലോ കർത്താവെ. നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് വാക്ക് തന്നല്ലോ കർത്താവെ. അങ്ങയുടെ വാക്കുകളെ വിശ്വസിച്ച് വരുന്ന നിൻ്റെ മക്കൾക്ക് കർത്താവെ നീ താങ്ങും തണലും അഭയവുമായിരുന്ന് ഈ ലോക ജീവിതം കർത്താവെ സന്തോഷമായി ജയകരമായി ജീവിപ്പാൻ ഇവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.